ഈ പരസ്യം ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എനിക്ക് ഇതിനെ കൊണ്ട് വയ്യ, ഒരു സംഭവം ചെയ്യാൻ വയ്യ. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒടുക്കത്തെ പരസ്യം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? എനിക്ക് സത്യം പറഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫോർമാറ്റ് ഒക്കെ ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും ഈ ആർട്സ് തന്നെയാണ്, എവിടെ നോക്കിയാലും ഈ ആർട്സ് ആണ്. എന്താണ് ഇതിനൊരു മാർഗം? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിർത്താതെ നിങ്ങൾ കാണുക. ഒരു പോയിന്റ്സും വിട്ടുപോരുത്. കൃത്യമായിട്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് പറ്റുന്ന ഈ ഒരു ആഡ്സിന്റെ പ്രോബ്ലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അതിന് നിങ്ങൾ മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തോ കൊടുത്ത് പൈസ കളയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പരസ്യങ്ങൾ കയറി വരാറുണ്ട്, അഡ്വർടൈസ്മെന്റ് ഒരുപാട് കയറി വരാറുണ്ട്. ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പൊക്കെ ബ്രൗസ് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക. പല ആൾക്കാരും ഫോണൊക്കെ തറയിൽ എറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം കാര്യമായി നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ആഡ്സ് കയറി വരിക. ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫോണിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു എഡിറ്റർ ആപ്പ് വെച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗാലറിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും ആഡ്സ് ഇങ്ങനെ കയറി വന്ന് നമുക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിപ്പോ വാട്സപ്പ് അങ്ങനെയുള്ള മറ്റു സംഭവങ്ങളൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഈ ആഡ്സ് ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ പരിപാടി അവിടെ നിൽക്കും. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഫോണിൽ ഈ ആഡ്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഫോണിൽ നല്ല രീതിക്ക് ശല്യമാവുന്ന ആൾക്കാരുണ്ട്. ഇതിന് നിങ്ങൾ പല ആൾക്കാരും പല കാരണങ്ങൾ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഒന്നും അറിയാതെ ഒരുപാട് സംഭവങ്ങൾ നോക്കാറുണ്ട്. ഏത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് അറിയാതെ ചില ആൾക്കാർ ഫോണ് വരെ ഫോർമാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവും, ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നിങ്ങളെ ഫോണൊന്നും ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ ഈ ഒരു ആഡ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണ് മൊത്തമായിട്ട് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാത്ത രീതിയിൽ നിങ്ങൾ ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യപ്പെട്ട ഏതെങ്കിലും ആപ്ലിക്കേഷനോ കാര്യങ്ങളോ അതൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ ക്രോമിലൊക്കെ പോയിട്ട് അതിന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വാട്സാപ്പ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തു നോക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ആണിത്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇത് വീണ്ടും കയറി വരും. ഇപ്പൊ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ പോലും ഈ ഒരു ആഡ്സ് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആക്കുന്നത് മുഖാന്തരം പിന്നെയും കയറി വരും. അപ്പൊ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട സെറ്റിംഗ്സ് ആണ് ഈ സെറ്റിംഗ്സ്. അപ്പൊ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള ഒരു സംഭവം. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ ഇതുപോലെ ഗൂഗിൾ എടുക്കുക. ശേഷം നമ്മൾ ഇവിടെ ഓൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് ഗെറ്റ് ന്യൂ അഡ്വർടൈസ് ID എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുകളിലായിട്ട് റീസെറ്റ് അഡ്വർടൈസ് ID എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീസെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. അപ്പോൾ അത് റീസെറ്റായി. ഇനി താഴെ ഡിലീറ്റ് അഡ്വർടൈസ് ID എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇതും കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഫോണിൽ കണക്ടിവിറ്റി എടുക്കുക. അതിൻ്റെ അകത്ത് DNS പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, DNS പ്രൈവറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈവറ്റ് DNSൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ടൈപ്പ് ചെയ്യാനായിട്ട് കാണും. അതിൻ്റെ അകത്ത് DNS.adguide.com എന്ന് അടിച്ചിട്ട് നിങ്ങൾ അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് ഈ പരസ്യത്തിൻ്റെ പ്രശ്നമേ വരില്ല. ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ മൊബൈൽ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അത്തരത്തിൽ മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവര് നല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് വാന്നൊക്കെ പറയും നിങ്ങളോട്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. കുറച്ച് പൈസ അവർ കൃത്യമായിട്ട് വാങ്ങും. ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ല ഇതിനെന്താണ് സംഭവിച്ചതെന്നുള്ളത്. അവിടെ ചെന്ന് ആ ടെക്നീഷ്യൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ടുകൊണ്ട് ആ പൈസയും കൊണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും. അവർ ചെയ്യുന്നതും ഈ സിമ്പിൾ ട്രിക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാരുണ്ട് അറിയാതെ പോയിട്ട് വലിയ പൈസയൊക്കെ പേയ്മെന്റ് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളിൽ നിങ്ങൾ വീണു പോകാതിരിക്കാനാണ് നമ്മളെ പോലുള്ള ആൾക്കാർ ഇതുപോലുള്ള ടിപ്സ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററുകളിലോ പോകേണ്ട ആവശ്യം യാതൊരു കാരണവശാലും ഇല്ല. ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മുടെ മൊബൈലിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചില സെറ്റിംഗ്സ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, അതായത് മൊബൈൽ മുഖാന്തരമുള്ള എന്തെങ്കിലും ആവശ്യം, അതായത് ഇന്റർനെറ്റ് സ്പീഡ് കുറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം, ഡാറ്റാ സോറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ ഇതിന്റെ തുടർ പാർട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളുടെ മൊബൈലിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഇനി ഒരു സ്ഥലത്തും കൊണ്ടുപോകണ്ട, മൊബൈൽ ഫോർമാറ്റ് ചെയ്യുകയും വേണ്ട, നിങ്ങൾ വെറുതെ പൈസ മുടക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.